ഓം ശതധാരമുത്സമക്ഷീയമാണം വിപശ്ചിതം പിതരം വക്വാനാം മേളിം മദന്തം പിത്രോരുപസ്ഥേതം രോദസീപിപൃതം സത്യവാചം ഗണാനാന്ത്വാ ഗണപതിം ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പത ആനശൃണ്വന്നോതിഭിः സീദസാദനം സദസസ്പതിമദ്ഭുതം പ്രിയമിന്ദ്രസ്യ കാമ്യം സനിം മേധാമയാശിഷം വേദവാതസ്യ വർത്തനിമുരോർഷ്വസ്യ ബൃഹതാഃ വേദായേഃ അധ്യാസതേഃ അഗ്നേനയസുപഥാരായേഃ അസ്മാൻ വിശ്വാനി ദേവവയുനാനി വിദ്വാൻ യുയോധ്യാസ്മജ്ജുഹുരാണമേനോ ഭൂയിഷ്ഠാന്തെ നമ ഉക്തിം വിധേമ. ഹരി ഓം. വേദോപനിഷത്തുകൾ പഠന പരിപാടിയുടെ 151-ാമത്തെ സത്സംഗത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ആചാര്യന് പ്രണാമം. ഛാന്തോഗ്യോപനിഷത്ത് തുടരുന്നു. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കിടക്കാം. സഹനാവതു സഹനൗ സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ഛാന്തോഗ്യോപനിഷത്ത് ഒന്നാം അധ്യായത്തിലെ 1-ാം ഖണ്ഡം കഴിഞ്ഞു. ഇന്ന് 2-ാം ഖണ്ഡത്തിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ ദിവസം നമ്മൾ 1-ാം അധ്യായത്തിൽ ഒരു ഖണ്ഡം തീർത്തു. അതൊരു ആമുഖമാണ്, ഇതൊരു പീഠികയാണ് എന്നൊക്കെ ഞാൻ നമ്മൾ പറഞ്ഞിരുന്നു. വിഷയങ്ങളിലേക്ക് കടക്കാൻ പോകുന്നേ ഉള്ളൂ. ഛാന്തോഗ്യത്തിന് വേണ്ടിയുള്ള ഒരു മുഖവര ആയിരുന്നു ആദ്യത്തെ ഭാഗം മുഴുവൻ. അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. നമുക്ക് 2-ാം ഖണ്ഡത്തിലേക്ക് പ്രവേശിക്കാം. ദേവാസുരാഹവൈയത്രാം സംയേതിര ഉഭയേ പ്രാജാപത്യാസ്തദ്ധദേവ ഉദ്ഗീതമാജഹ്രുരേനൈനാൻ അഭിഭവിഷ്യാമ ഇതി. ദേവാസുരാഹ, ദേവന്മാരും അസുരന്മാരും, തീർച്ചയായിട്ടും, വൈ, അതും ഉറപ്പിനെ കാണിക്കാം, എത്ര, യാതൊരു സ്ഥലത്താണോ, സംയേതിരെ, സംയേതിരെ യുദ്ധം ചെയ്യുക, സംയേതിരെ, സംയേതേ സംയേതാതെ സംയേതിരെ, സംയേതിരെ എന്ന് വരും. പക്ഷെ ഇവിടെ ഏകാരം ലോപിച്ചിട്ട് സംയേതിര ഉഭയെ എന്ന് ഉകാരിയിരിക്കുന്ന ഏകാരം ലോപിച്ചു പോകുന്നതാണ്. അപ്പൊ സംയേതിര യുദ്ധം ചെയ്തു എന്നർത്ഥം. ഭൂതകാലമാണ് രൂപം. ദേവാസുരന്മാർ യുദ്ധം ചെയ്തു എന്നാണ് പറഞ്ഞത്. നമുക്ക് സ്ഥിരം കേട്ട് പരിചയമുള്ളതാണ്. എപ്പോഴും ദേവാസുരന്മാർ തമ്മിലുള്ള യുദ്ധം പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ്. ഉഭയേ, രണ്ടുപേരും, പ്രാജാപത്യാഹ, രണ്ടുപേരും ഒരു പ്രജാപതിയുടെ മക്കളും, ഒരച്ഛന്റെ മക്കളാണ് രണ്ടുപേരും, ദേവന്മാരും അസുരന്മാരും. ഇവർ തമ്മിൽ എപ്പോഴും യുദ്ധവും കലഹവും അടിപിടിയും വഴക്കും എന്നുള്ളത് ഇത് ലോകസഹജമായ സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് ഋഷികവി അവതരിപ്പിക്കാൻ പുറപ്പെടുകയാണ്. ഇപ്പൊ ദേവന്മാരെന്നും അസുരന്മാരെന്നും ഒരു വിഭാഗം ഉണ്ടെന്നും അത് ഒരച്ഛന്റെ മക്കളാണെന്നും ഒരച്ഛന്റെ മക്കൾ തമ്മിൽ കലഹം കൂടുന്ന അവസ്ഥ ഇന്ന് എല്ലാ വീടുകളിലും സ്ഥിരമാണ്. ജ്യേഷ്ഠാനന്ദന്മാർ തമ്മിൽ ദേവാസുരന്മാരെ പോലെ കലഹം, യുദ്ധം, അടിപിടി, കൊല, ഇതൊക്കെ എല്ലാ ഇന്നത്തെ കാലഘട്ടത്തിൽ പല പല വീടുകളിലും സ്ഥിരമായി നടക്കാറുള്ള ഒരു സംഭവം തന്നെയാണ്. അതിനെ ഒരു പ്രതീകാത്മകമായി ഋഷിയുടെ അവതരിപ്പിക്കാൻ പുറപ്പെട്ടെന്നും മാത്രമേ ഉള്ളൂ. അല്ല ദേവന്മാരെന്ന് കൂട്ടരുണ്ടെന്നോ അസുരന്മാരെന്ന് മറ്റൊരു കൂട്ടരുണ്ടെന്നോ ഇവരൊക്കെ കശ്യപന്റെ മക്കളായിരുന്നെന്നോ ഇവർ തമ്മിൽ എന്നും അടിപിടിയും വഴക്കുമാണെന്നോ അതൊരു കഥ പറയാൻ വേണ്ടി പുറപ്പെട്ടതാണ്. ഒരു ഉപാഖ്യാന രൂപത്തിൽ കൂടി
വിഷയം അവതരിപ്പിക്കാൻ പുറപ്പെട്ടപ്പോൾ ഈ ഒരു പുരാണ സംഹിതയിൽ ദേവാസുര യുദ്ധത്തെ കൂട്ടുപിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഉഭയേ പ്രാജാപത്യാഹ തത് ഹ തദ്ധ, 3 വാക്കുകളാണ്. പ്രാജാപത്യാഹ ഒരു വാക്ക്, ഇതിന് ഫകാരമില്ല. തത് ഹ കുടിച്ചിരുമ്പോൾ തദ്ധ എന്ന് സന്ധി ചെയ്യുന്ന, 2 കൂട്ടരും യാതൊരു സ്ഥലത്ത് കൂടിയാണോ യുദ്ധം ചെയ്തോ ആ യുദ്ധത്തിൽ ആകട്ടെ, തത് ഹ എന്നുവെച്ചാൽ ആ യുദ്ധത്തിൽ ആകട്ടെ, ദേവാഹ ദേവന്മാർ ഉദ്ഗീതം ആജഹ്രുഹു, ഉദ്ഗീതത്തെ ആജഹ്രുഹു പിടിച്ചു കൊണ്ടുവന്നു എന്നർത്ഥം. അവര് ഉദ്ഗീതത്തെ അവിടേക്ക് കൊണ്ടുവന്നു. ഉദ്ഗീതം ഓങ്കാരമാണ്, നമ്മൾ നേരത്തെ പഠിച്ചു വന്നാണ്. ഉദ്ഗീത ഉപാസന, ഓങ്കാര ഉപാസനയാണ് വിഷയം എന്ന് പഠിച്ചു വന്നാണ്. ആ ഉദ്ഗീതം ആജഹ്രുഹു കൊണ്ടുവന്നു. അനേന ഏനാൻ അഭിഭവിഷ്യാമൈതി, അത്രയും വാക്കുകളാണ്. അനേന ഏനാൻ അഭിഭവിഷ്യാമൈതി, ആജഹ്രുരനേനൈനാൻ അഭിഭവിഷ്യാമ എന്ന് ഒന്നിച്ച് കൂട്ടിച്ചേർത്ത രീതിയാണ്. അത് പദം പിരിച്ച് തന്നെ മനസ്സിലാക്കാം. ഉദ്ഗീതം ആജഹ്രുഹു അനേന ഏനാൻ അഭിഭവിഷ്യാമ ഇതി. അനേന ഇതുകൊണ്ട്, ഉദ്ഗീതത്തെ കൊണ്ട്, ഏനാൻ അവരെ അസുരന്മാരെ, അഭിഭവിഷ്യാമഹ പരാജയപ്പെടുത്തും, അഭിഭവിഷ്യാമ പരാജയപ്പെടുത്തും ഇതി എന്ന്. അപ്പൊ ഉദ്ഗീതം അവിടേക്ക് കൊണ്ടുവന്നിട്ട് ആ ഉദ്ഗീതത്തെ കൊണ്ട് ഇവരെ പരാജയപ്പെടുത്തും എന്ന് വിചാരിച്ച് ദേവന്മാർ ഉദ്ഗീതത്തെ അവിടേക്ക് ആഹരിച്ചു കൊണ്ടുവന്നു എന്നർത്ഥം. ഉദ്ഗീത രൂപമായ ഒരു പരമാത്മ ചൈതന്യ സ്വരൂപത്തോടുകൂടി ഓങ്കാരത്തെ ഉപാസിക്കണം എന്ന് മുൻഖണ്ഡത്തിൽ പറഞ്ഞതിന്റെ ബാക്കിയാണ്. അതില് എങ്ങനെയാണ് ഉപാസനയുടെ സ്വരൂപത്തെ ഇവിടെ സ്വീകരിക്കേണ്ടതെന്ന് ഒന്ന് ഉദാഹരിച്ച് പറയാൻ പുറപ്പെട്ടതാണ്. ഉദ്ഗീത ഉപാസനയിൽ ആദ്യം വേണ്ടത് പ്രാണന്റെ വിശുദ്ധിയാണ്. ആ പ്രാണന്റെ വിശുദ്ധിയെക്കുറിച്ച് നമ്മൾക്കൊരു അറിവ് കിട്ടാൻ വേണ്ടി ധർമാധർമ്മങ്ങളുടെ ഉത്പത്തിയെക്കുറിച്ച് ഒരു ആഖ്യാന രൂപേണ പറയാം. ഉദ്ഗീത ഉപാസനയ്ക്ക് പ്രാണശക്തി അനിവാര്യമാണ്, മുമ്പേ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ പ്രാണശക്തിയെ വേണ്ടി ആ പ്രാണത്തെക്കുറിച്ചുള്ള വിജ്ഞാനത്തിന് വേണ്ടിയിട്ട് ധർമ്മത്തെക്കുറിച്ചും അധർമ്മത്തെക്കുറിച്ചും അറിയേണ്ടതാണ്. ധർമാധർമ്മങ്ങളെ വേർതിരിച്ചറിയുമ്പോൾ മാത്രമാണ് വിജ്ഞാനം ഉണ്ടാകാൻ പറ്റുന്നത്. ഇത് ധർമ്മമാണ്, ഇത് അധർമ്മമാണ് എന്നുള്ള ഒരവബോധം അപ്പോഴാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് അതിനുവേണ്ടി ഈ ധർമാധർമ്മങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ദേവാസുരന്മാർ എന്നൊരു കഥ ഉദാഹരിച്ചതാണ്. ദേവന്മാരും അസുരന്മാരും എന്നൊരു കഥ. ഇവർ രണ്ടുപേരും തമ്മിൽ ലോകത്തിന്റെ ആധിപത്യം, സ്വർഗത്തിന്റെ ആധിപത്യം സ്വീകരിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നത് നമുക്ക് ചിരപരിചിതമാണ്. അത് പുരാണ പ്രസിദ്ധമാണ്. അതുപോലെയാണ് ദേവാസുര യുദ്ധം എല്ലാ പ്രാണികളിലും ആന്തരമായി അനാദികാലം മുതലേ നടക്കുന്നുണ്ട് എന്ന് കാണിക്കാനാണ് ഈ കഥ ഒരു സിമ്പലാക്കിയത്. അത്രയുള്ളൂ. എല്ലാ പ്രാണികളുടെയും ഉള്ളിൽ, എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഈ ദേവന്മാരുമുണ്ട്, അസുരന്മാരുമുണ്ട്. ഇവർ രണ്ടുപേരും ഉണ്ട്. അനാദികാലം മുതലേ ഉണ്ട്. എന്നാ ഇത് ഉണ്ടായെന്നറിയാൻ മേല ആദ്യകാലം മുതലുണ്ട്. ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള ഒരു യുദ്ധം. ഇതിനെയാണ് ധർമ്മമെന്നും അധർമ്മമെന്നും വിളിച്ചത്. ധാർമ്മികമായ വിഷയത്തെ ദേവന്മാരെന്നും അധാർമികമായ വിഷയത്തെ അസുരന്മാരെന്നും വിളിച്ചു എന്ന് മാത്രം. പ്രജാപതിയാണ് ഇവരുടെ പിതാവ് എന്ന് പറഞ്ഞു. ഈ പ്രജാപതിയാണ് ധർമാധർമ്മങ്ങൾക്കും ജ്ഞാനവിജ്ഞാനങ്ങൾക്കും സകല കർമ്മങ്ങൾക്കും അധികാരിയായ ഒരു പുരുഷൻ. അല്ലെങ്കിൽ ഈ ജീവാത്മാവെന്ന പുരുഷൻ പ്രജാപതിയാണ്.
ആ ജീവാത്മാവെന്ന പുരുഷൻ എന്ന പ്രജാപതിയുടെ സന്തതികളായിട്ടാണ് ഈ രണ്ടുപേർ ദേവന്മാരും അസുരന്മാരും ഉണ്ടാകുന്നത്. അത് വാസ്തവത്തിൽ ആ പ്രജാപതിയുടെ ഇന്ദ്രിയ വൃത്തികളെയാണ് ദേവന്മാരും അസുരന്മാരും ഒക്കെ ഇവിടെ പറയുന്നത്. ഈ പ്രജാപതിയുടെ, ഈ ജീവാത്മാവിന്റെ എന്ന പുരുഷന്റെ ഇന്ദ്രിയ വൃത്തികളാണ്, ഇന്ദ്രിയ പ്രവൃത്തികളാണ് ഇവിടെ ധർമ്മമെന്നോ അധർമ്മമെന്നോ ദേവനെന്നോ അസുരനെന്നോ ഒക്കെ ഇവിടെ പറയുന്നതിനെയാണ്. അതുകൊണ്ട് നന്നായി ശോഭിക്കുന്നവരാണ് ദേവന്മാർ. ദിവ്യതയെ ശരിക്കും നന്നായി തിളങ്ങുന്നവരാണ് ദേവന്മാർ, ശോഭിക്കുന്നവരാണ് ദേവന്മാർ. സത്വഗുണാത്മകമായ മനോവൃത്തികൾ ആണ് ശോഭിക്കുന്നത് എന്നത്. സത്വഗുണാത്മകമായ മനോവൃത്തിയുടെ പേര് ദേവനെന്നും, അതേപോലെ രജസ്തമോ ഗുണങ്ങളുടെ മനോവൃത്തികളെ അസുരൻ എന്നും വിളിച്ചു എന്നും മാത്രം. ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ളതാണ്. അതുകൊണ്ട് ഈ തമോ ഗുണ പ്രധാനങ്ങളായ ഇന്ദ്രിയ വൃത്തികളെ അസുരന്മാരെന്ന് വിളിച്ചു. ഇവർ തമ്മിലുള്ള യുദ്ധം, ഇവർ തമ്മിലുള്ള ഒരു കലഹം ഒരു മനുഷ്യന്റെ മനസ്സിൽ, ജീവിതത്തിൽ എന്നുമുണ്ട്. സത്വഗുണവും രജോ ഗുണവും സത്വഗുണവും തമോ ഗുണവും തമ്മിലുള്ള അതില് ഈ താമസങ്ങളായ അന്ധക്കരണ വൃത്തികൾ ഒരു മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ പോരാട്ടത്തിന്റെ ഒരു കാലഘട്ടമാണ്. എത്ര യുദ്ധമാണ് നമ്മളെ മനസ്സിൽ നടക്കുന്ന ഒരു ദിവസം തന്നെ. കുട്ടികളിൽ പോലും ഉണ്ട്, വൃദ്ധന്മാർ വരെയുള്ള എല്ലാവരിലും ഉണ്ട്. അതുകൊണ്ട് ഇന്ദ്രിയ വൃത്തികളെ ലൗകിക വിഷയങ്ങൾക്ക് അടിമയാക്കി മാറ്റിയാൽ അത് അധർമ്മമായി. ഇന്ദ്രിയ വൃത്തികളെ അന്തർമുഖങ്ങളാക്കി മാറ്റിയാൽ സത്വഗുണത്തിന്റെ പ്രതീകമായ, സദാചാരങ്ങളുടെ പ്രതീകമായ, ധർമാചരണത്തിന്റെ പ്രതീകമായ ദേവന്മാരായി. ഇത് ഭഗവത്ഗീതയിൽ ദേവാസുരന്മാരുടെ യുദ്ധം എന്നുള്ള പേരിൽ ആസുരീ സമ്പത്തെന്നും ദൈവീ സമ്പത്തെന്നും വിശദമാക്കിയിട്ട് ഗീത ഒരധ്യായം തന്നെ ഇത് മനോഹരമായി അവതരിപ്പിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ദൈവീ സമ്പത്തുകൾ എന്തൊക്കെയാണ്, ഉള്ളിലുള്ള ആസുരീ സമ്പത്തുകൾ എന്തൊക്കെയാണ്, ഇവർ തമ്മിലുള്ള കലഹവും അടിപിടി ബഹളവും നിരന്തരമായി നടന്നുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ എന്നുകൊണ്ടിത്. ഒരു ദിവസം എത്ര പ്രാവശ്യം ഉണ്ടാകും ഈ കലഹം? ഇത് നൈസർഗികമായി എല്ലാ പ്രാണികളിലും കാണപ്പെടുന്ന ഒരവസ്ഥയാണ്, ഒരു പുതുമയല്ല, ഒരു പുതിയ കാര്യമല്ല അവതരിപ്പിക്കാൻ. ചിലപ്പോൾ ആസുര വൃത്തികൾ ജയിക്കും, ചിലപ്പോൾ ദൈവീ വൃത്തികൾ ജയിക്കും. അങ്ങനെയാണ് ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും അറിയാം, ധർമ്മം ജയിക്കും, അധർമ്മം ജയിക്കും. ആസുര വൃത്തികൾ ജയിക്കും, ദൈവീ വൃത്തികൾ. ചിലപ്പോൾ നമ്മൾ നല്ല സത്സ്വഭാവികളായി വിജയശ്രീലാളിതരായിരിക്കും. ചിലപ്പോൾ നമ്മളതിന് നേരെ തിരിച്ച് അധർമ്മങ്ങളും അധാർമികമായ പ്രവൃത്തികളും ചെയ്യും, അതിനായിരിക്കും അപ്പൊ വിജയം ഉണ്ടാവുക. അപ്പൊ അസുരന്മാർ ജയിച്ചു എന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ നേരെ തിരിച്ചു വരും, അപ്പൊ ദേവന്മാർ ജയിച്ചു എന്ന് പറയും. അപ്പൊ ഈ ദേവാസുരന്മാരുടെ ജയവിജയങ്ങൾ ഉള്ളിലുള്ള ആസുരീ സമ്പത്തിന്റെയും ദൈവീ സമ്പത്തിന്റെയും ഒരു കഥാരൂപേണ അവതരിപ്പിച്ചതാണ് പുരാണം. അതിനെ താത്വികമായി ഉപനിഷത്ത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. അതുകൊണ്ട് ഈ അങ്ങനെ സ്വാഭാവികമായും ഈ തമോ രൂപങ്ങളായ ആസുരവൃത്തികളെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് വിവേക രൂപങ്ങളായ ദൈവീ വൃത്തികൾ ഉദ്ഗീതത്തിലേക്ക് ഒതുക്കി വെച്ചു. ഉദ്ഗീതം ദൈവീ സമ്പത്തിന്റെ പ്രതീകമാണ്. ഓങ്കാര ഉപാസന അതിന്റെ ഉപലക്ഷണമാണ്. ഉദ്ഗാതാവിനാൽ ആഹരിക്കപ്പെടുന്നത് ഉദ്ഗീതം. ഉദ്ഗീതം ആജഹ്രുഹു. ഉദ്ഗീതത്തെ ഉദ്ഗാതാക്കളാൽ ആഹരിക്കപ്പെടുന്ന, എവിടെയാണ് ഉദ്ഗീതത്തെ ഉദ്ഗാതാക്കൾ ആഹരിക്കുന്നത്? യജ്ഞങ്ങളിൽ. ഉദ്ഗാതാക്കൾ യജ്ഞത്തിലാണല്ലോ ഉള്ളത്. ഋത്തുക്കളുടെ കൂട്ടത്തിൽ ഒരാളാണ് ഉദ്ഗാതാവ്. ഹോതാവ്, അധ്വര്യു, ഉദ്ഗാതാവ്, യജമാൻ എന്നൊക്കെ പറയുന്നത് ഉദ്ഗാതാവ്. ആ ഉദ്ഗാതാവാണ് ഓങ്കാരത്തെ ഉറക്കെ ചൊല്ലിക്കൊണ്ട് അത് ഉപാസനയാക്കി പരിണമിപ്പിക്കുന്ന അവരാണ്. അങ്ങനെ ഉദ്ഗാതാവിനാൽ കൊണ്ടുവരപ്പെടുന്ന ഈ ഓങ്കാരം എന്ന ഉപാസന വിഷയം യജ്ഞങ്ങളിലാണ് നടക്കുക. ഉദ്ഗീതത്തിന്റെ ശക്തി കൊണ്ട് തങ്ങളെ അപകർഷത്തിലേക്ക് പോവാതെ സഹായിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ദേവന്മാർ ഉദ്ഗീതത്തെ കൂട്ടി വിളിച്ചത്. അസുരന്മാരെ പരാജയപ്പെടുത്താൻ എന്ന് പറഞ്ഞാൽ
അതിൻ്റെ അർത്ഥം തങ്ങളുടെ ഉള്ളിലുള്ള ആസുരവൃത്തികളെ ഇല്ലാതാക്കാൻ ഈ ഓങ്കാര ഉപാസന എന്ന ദൈവീ വൃത്തി കൊണ്ട് സാധിക്കും. ഇതാണ് ദേവന്മാർ വിചാരിച്ചത്. ഇത് നമ്മൾ കഥയിൽ കൂടി മാത്രം പോകരുത്. കഥയിൽ കൂടി പോയാൽ ദേവാസുരന്മാർക്ക് യുദ്ധം ഉണ്ടായി. ആ യുദ്ധത്തിൽ ദേവന്മാർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഉദ്ഗീതം എന്ന ഓങ്കാര ഉപാസനയെ കൊണ്ടുവന്നു എന്നാണ് ഇവിടെ പറഞ്ഞു വെച്ചത്. ആ കഥയ്ക്ക് ആന്തരികമായ ഒരു താത്വിക അർത്ഥത്തിലേക്ക് പോകുമ്പോഴാണ് ഇത് ഉപനിഷത്തായി പരിണമിക്കുന്നത്. അതുകൊണ്ട് തങ്ങളെ അധർമ്മത്തിലേക്ക്, അപകർഷത്തിലേക്ക് എപ്പോഴും വിട്ടുകൊണ്ടേയിരിക്കുന്ന ഈ അസുരന്മാരെ, ആസുരി സമ്പത്തുകളെ ജയിക്കാമെന്ന് ഒരു ഉത്കർഷം ദേവന്മാർക്ക് ഉണ്ടായി. ആ വിചാരമാണ് ഇവിടെ അവതരിപ്പിച്ചത്. അതുകൊണ്ടാണ് ഉദ്ഗീതം ആജഹ്രു അനേന ഏനാൻ അഭിഭവിഷ്യാമൈതി, അതുകൊണ്ട് ഇവരെ പരാജയപ്പെടുത്താം എന്ന്. അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ എപ്പോഴെപ്പോഴൊക്കെയാണോ ആസുരവൃത്തികൾ തലപൊക്കി വരാൻ തുടങ്ങുന്നത്, അപ്പോൾ യജ്ഞാദികളായ സൽക്കർമ്മങ്ങൾ ചെയ്താൽ ആ സൽക്കർമ്മത്തിലുള്ള ഓങ്കാര ജപം കൊണ്ട്, ഓങ്കാരത്തിന്റെ ഉപാസന കൊണ്ട് ആ തലപൊക്കി വരുന്ന ആസുരവൃത്തികളെ അടിച്ചമർത്തി പരാജയപ്പെടുത്താം. പക്ഷെ പരാജയപ്പെടുത്തിയാൽ വീണ്ടും വരുമല്ലോ, വരാം. നശിപ്പിക്കുകയല്ല ചെയ്യുക, അത് പരാജയപ്പെടുത്തുക ചെയ്യുക. ദേവന്മാർ അസുരന്മാരെ പരാജയപ്പെടുത്തി, അസുരന്മാർ ദേവന്മാരെ പരാജയപ്പെടുത്തി. ഇവിടെ പരാജയമാണ്, നാശമല്ല. അതുകൊണ്ട് ഉദ്ഗീതമെന്ന ഓങ്കാര ഉപാസന കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ആത്മശക്തി ഉണർന്നിട്ട് ആസുരശക്തികളെയൊക്കെ അടിച്ചമർത്തി മാറ്റി നിർത്തപ്പെടും എന്ന് ദേവന്മാർ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ ദൈവീ സമ്പത്തുകൾ ആഗ്രഹിച്ചു എന്നർത്ഥം. നമ്മുടെ ഉള്ളിലുള്ള ദൈവീ സമ്പത്തുകൾ ഓങ്കാരത്തെ കൊണ്ടുവന്നിട്ട്, ഉദ്ഗീതത്തെ കൊണ്ടുവന്നിട്ട് അത് ഉപയോഗിച്ച്, അത് നന്നായി ഉപാസന ചെയ്ത് ഉപയോഗിച്ച് തങ്ങളുടെ ഉള്ളിൽ കിളിർത്തു വരുന്ന, വലുതായി വരുന്ന അധർമ്മത്തിന്റെ പ്രതീകങ്ങളായ ആസുരവൃത്തികളെ നശിപ്പിക്കില്ല, ഇല്ലാതാക്കണം, തൽക്കാലത്തെ കടക്കി നിർത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ദേവന്മാർ യജ്ഞം ചെയ്യാൻ പുറപ്പെട്ടത് എന്ന് സൂചിപ്പിച്ചാണ്. ദേവാസുരാഹ വൈ യത്ര സംവേദിര ഉഭയേ പ്രാജാപത്യസ്തദ്ധദേവാ ഉദ്ഗീതമാജഹ്രു അനേന ഏനാൻ അഭിഭവിഷ്യാമൈതി. എഴുതിക്കൊള്ളൂ. പ്രാജാപത്യാഹ ദേവാസുരാഹ ഉഭയേ വൈ എത്ര സംവേദിരേ തത് ഹ ദേവാഹ അനേന ഏനാൻ അഭിഭവിഷ്യാം. ഇതി ഉദ്ഗീതം ആജഹ്രു. പ്രജാപതിയുടെ പുത്രന്മാരായ ദേവാസുരന്മാർ രണ്ടു കൂട്ടരും യാതൊരു ജയം ആഗ്രഹിച്ച് യുദ്ധം ചെയ്തുവോ ആ യുദ്ധത്തിൽ ദേവന്മാർ
ഈ ഉദ്ഗീതത്തെ കൊണ്ട് അവരെ പരാജയപ്പെടുത്താം എന്ന് വിചാരിച്ച് ഉദ്ഗീതത്തെ അവിടേക്ക് കൊണ്ടുവന്നു. ദേവാസുരന്മാർ മനുഷ്യ മനസ്സിലുള്ള രണ്ടു തരം വാസനകളുടെ പ്രതീകമാണ്. ദൈവീ സമ്പത്തിന്റെയും ആസുരീ സമ്പത്തിന്റെയും. അഥവാ ധർമ്മത്തിന്റെയും അധർമ്മത്തിന്റെയും. ഇവർ തമ്മിലുള്ള സംഘർഷം മനുഷ്യ മനസ്സിൽ അനാദികാലം മുതലുണ്ട്. ഇവിടെ പ്രജാപതി എന്നാൽ ജീവാത്മാവിന്റെ പ്രതിനിധിയായ പുരുഷൻ തന്നെ. അവന്റെ ഇന്ദ്രിയ വ്യാപാരങ്ങളാണ് ദേവാസുര സമ്പത്ത്. മനുഷ്യ മനസ്സിലും ഈ സംഘർഷത്തിന്റെ ഫലമായി രണ്ടു കൂട്ടർക്കും ജയവും തോൽവിയും ഉണ്ടാകാം. ദേവന്മാർ എന്ന ദൈവീ സമ്പത്തുകൾ യജ്ഞാനുഷ്ഠാനത്തിൽ ഉദ്ഗാതാക്കളെ കൊണ്ട് ഓങ്കാരത്തെ കൊണ്ടുവന്ന് ഉപാസന ചെയ്തപ്പോൾ അതുകൊണ്ട് ആസുരീ സമ്പത്തുകളായ അധർമ്മങ്ങളെ ജയിക്കാം, എന്നാഗ്രഹിച്ചു.
ഓരോ മനുഷ്യർക്കും ഈശ്വരാരാധന എന്ന യജ്ഞത്തിലൂടെ ഓങ്കാരോപാസന നിർവഹിച്ചാൽ അധർമ്മവാസനകളെ അടക്കി നിർത്താൻ ഫലം. അധർമ്മവാസനകളെ അടക്കി നിർത്താമെന്ന് ഫലം. ഇതാണ് ഓങ്കാര ഉപാസനയുടെ ലക്ഷ്യം. ദേവാസുരാഹ വൈ യത്ര സംയേതിര ഉഭയേ പ്രാജാപത്യാസ്തദ്ധദേവാ ഉദ്ഗീതമാജക്രു അനേനേനാൻ അഭിഭവിഷ്യാമൈതി. ദേവാസുരാഹ വൈ യത്ര സംയേതിര ഉഭയേ പ്രാജാപത്യാസ്തദ്ധദേവാ ഉദ്ഗീതമാജക്രു അനേനൈനാൻ അഭിഭവിഷ്യാമൈതി. ദേവാസുരാഹ വൈ യത്ര സംയേതിര ഉഭയേ പ്രാജാപത്യാസ്തദ്ധദേവാ ഉദ്ഗീതമാജക്രു അനേനൈനാൻ അഭിഭവിഷ്യാമൈതി. ദേവാസുരാഹ വൈ യത്ര സംയേതിര ഉഭയേ പ്രാജാപത്യാസ്തദ്ധദേവാ ഉദ്ഗീതമാജക്രു അനേനൈനാൻ അഭിഭവിഷ്യാമൈതി. അപ്പൊ ഈ രണ്ടാം ഖണ്ഡത്തിലെ ഒന്നാം മന്ത്രം കൊണ്ട് എന്തിനാണ് മനുഷ്യജീവിതത്തിൽ ഓങ്കാര ഉപാസന കാണിച്ചിരിക്കുകയാണ്. നിരന്തരമായ ഓങ്കാര ഉപാസന കൊണ്ട് അധർമ്മവാസനകളായ ആസുരി സമ്പത്തുകളെ അടിച്ചമർത്തി ജീവിതം ദൈവീ സമ്പന്നമാക്കി മാറ്റാൻ ഉപകരിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഉപനിഷത്തിന്റെ ആരംഭത്തിൽ താഴെന്ന് പറയാൻ കാരണം എന്ന് ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കാൻ എന്താണ് കാരണം എന്ന് പറയണ്ടേ. ഇപ്പോൾ ഇതിനുമ്പ് പലപ്പോഴും ഓങ്കാര ഉപാസന പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ ശാസ്ത്രീയമായ ഒരു വശം ജീവിതത്തിൽ ഉപയോഗിക്കപ്പെടുന്ന ഒരു ഭാഗത്തെക്കുറിച്ച് കാണിച്ചുകൊണ്ടാണ് ഈ രണ്ടാം ഖണ്ഡം മുമ്പോട്ട് പോകുന്നത്. ഇനി എങ്ങനെയാണിത് ഇവർ കൊണ്ടുവന്നിട്ട് ഉപാസിക്കേണ്ടത് എന്ന് പറയാൻ പുറപ്പെടുക അടുത്ത മന്ത്രത്തിൽ. തേഹ നാസിക്യം പ്രാണമുദ്ഗീതമുപാസം ചക്രേ സ്തംഭാസുരാഹ പ്രാത്മനാ വിവിധു തസ്മാത് തേനോഭയം ജുഖതി സുരഭിജ ദുർഗന്ധിജ പാപ്മനാഹ്യേഷ വിദ്ധ. തേഹ അവർ ആകട്ടെ, ആ ദേവന്മാർ ആകട്ടെ, നാസിക്യം നാസികയിലുള്ള മൂക്കിലുള്ള നാസിക്യം നാസികയിലുള്ള മൂക്കിലുള്ള പ്രാണം പ്രാണനെ ഉദ്ഗീതം ഉപാസം ചക്രേ ഉദ്ഗീതമായി ഉപാസിച്ചു. ഉപാസം ചക്രിരെ ഉപാസിച്ചു ഭൂതകാലമാണ്. ഈ ദേവന്മാരെ ആദ്യമായി ഈ പ്രാണൻ എവിടെയാന്ന് അറിഞ്ഞിട്ടുണ്ട് ഏത് ഉപാസിക്കാൻ. മുമ്പത്തെ മന്ത്രത്തിൽ ഈ പ്രാണന്റെ വിശുദ്ധിക്ക് വേണ്ടിയാണ് ഇത് എന്ന് പറഞ്ഞു. അപ്പൊ ഓങ്കാര ഉപാസന കൊണ്ട് പ്രാണവിശുദ്ധിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആ പ്രാണവിശുദ്ധി ഉണ്ടായി കഴിയുമ്പോൾ മാത്രമേ ഇന്ദ്രിയങ്ങൾ ആസുരവാസനകളിൽ നിന്നും കുറേശ്ശെ അടങ്ങി ദൈവീ വാസനയിലേക്ക് ചെന്ന് എത്തുകയുള്ളൂ. ഇത് അതിൻ്റെ ഒരു വഴിയാണ്. അതുകൊണ്ട് അവര് ഈ പ്രാണൻ നോക്കിയപ്പോൾ മൂക്കിൽ കൂടിയാണ് ശ്വാസോച്ഛ്വാസനം നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് അതിന്റെ ഒരു വിഭാഗം വായിൽ കൂടിയുണ്ട്, മൂക്കിൽ കൂടിയുണ്ട്. അങ്ങനെ മൂക്കിൽ കൂടിയുള്ള പ്രാണനെ അവരെ ഉദ്ഗീതമായി ഓങ്കാരമായി ഉപാസന ആരംഭിച്ചു. തേഹ നാസിക്യം പ്രാണം ഉദ്ഗീതം ഉപാസം ചക്രേ സ്തംഭ അസുരാഹ പാപ്മനാഹ വിവിധു. സ്തംഭ അതിനെ, അസുരാ അസുരന്മാർ,
ആസുര സമ്പത്തുകൾ പാപ്മനാഹ പാപം ബാധിച്ചവരായ ആ ആസുരി സമ്പത്തുകൾ, പാപത്തെ കൊണ്ടു നടക്കുന്നവരായ അവർ വിവിധുഹു വേധിച്ചു, തടഞ്ഞു വന്നു. വിവിധുഹു വേധിച്ചു, വേധത്തെ അതിന്റെ ഭൂതകാലമാണ് വിവിധുഹു. വേധനം ചെയ്യുക, തടയുക, മാറ്റി നിർത്തുക എന്നൊക്കെ അർത്ഥം. സ്തംഭ അസുരാഹ പാപ്മന വിവിധു, അവനെ ആ അസുരന്മാർ പാപം കൊണ്ട് വേദിച്ചു. അപ്പൊ നമ്മളൊക്കെയും നമ്മുടെ നിത്യജീവിതത്തിൽ ഈശ്വര ഉപാസനയിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോൾ നാമജപമോ പാരായണമോ കീർത്തനമോ വ്രതങ്ങളോ സത്കർമ്മങ്ങളോ യജ്ഞമോ ദാനമോ എന്തെങ്കിലും ആവട്ടെ, ഇതിനൊക്കെ വേണ്ടി നമ്മൾ പുറപ്പെടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉള്ള നമ്മുടെ പ്രേരണ ദൈവീ സമ്പത്താണ്. അങ്ങനെ ഇവര് ദേവന്മാർ എന്ന ദൈവീ സമ്പത്തുകൾ മൂക്കിൽ കൂടി പ്രവഹിക്കുന്ന പ്രാണരൂപമായ അതിലേക്ക് ഉദ്ഗീതത്തെ സംക്രമിപ്പിച്ച് ഉപാസന ആരംഭിച്ചപ്പോൾ അവരുടെ തന്നെ ഉള്ളിലുള്ള ആസുരീ സമ്പത്തുകൾ അതിനെ തടഞ്ഞു. ഇത് നമുക്കുണ്ടാകാവുന്നതാണ്. നല്ല കാര്യങ്ങൾ ഇറങ്ങി പുറപ്പെടുമ്പോൾ ഉള്ളിൽ നിന്ന് തന്നെയാണ് അതിപ്പോ വേണ്ട, അത് പിന്നാട്ടെ, കുഴപ്പമില്ല, അത് ചെയ്തിലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഉദാസീനപ്പെടുത്തി അതിൽ നിന്ന് മാറ്റി നിർത്തും. ആ മാറ്റി നിർത്തുന്നതിന്റെ പേരാണ് അസുരന്മാർ. ചെയ്യണം എന്ന് ആഗ്രഹിച്ച് പുറപ്പെടുന്നവർ ദേവന്മാർ. നമ്മുടെ ഉള്ളിലുണ്ട് രണ്ടുപേരും. സത്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പുറപ്പെടുമ്പോൾ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നാൽ വേണ്ട പോട്ടെ. ഈ തടസ്സങ്ങൾ ആരാണ്? ഇവർ ആസുര സമ്പത്തുകൾ, അധർമ്മികളാണ്. അവര് വന്ന് അതിനെ തടഞ്ഞു. അസുരന്മാർ വന്ന് തടഞ്ഞു എന്നൊരു കഥ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. സ്തംഭ അസുരാഹ പാപ്മന വിവിധു തസ്മാത് തേന ഉഭയം വിഘ്രത്. അങ്ങനെ തടഞ്ഞപ്പോൾ മൂക്ക് എന്ത് ചെയ്തു? രണ്ടിനെയും ഉള്ളിലേക്ക് വലിച്ചു. ഈ തടയാൻ വന്നവരെയും ചെയ്യാൻ വന്നവരെയും. തസ്മാത് തേന ഉഭയം, തേന പ്രാണേന ഉഭയം, രണ്ടിനെയും, ദേവന്മാരെയും അസുരന്മാരെയും, ദൈവീ സമ്പത്തിനെയും ആസുര സമ്പത്തിനെയും ജിഘ്രതി. ജിഘ്രതി മാത്തു എന്നർത്ഥം. തസ്മാത് തേന ഉഭയം ജിഘ്രതി. എന്ത് രണ്ടും? സുരഭിജ ദുർഗന്ധിജ. മൂക്കിന്റെ വിഷയത്തിലേക്ക് അതിന് ദേവാസുരന്മാരെന്നല്ല പറയുക, സുഗന്ധമെന്നും ദുർഗന്ധമെന്നും പറയാം. ഇത് രണ്ടും നമുക്ക് നന്നായിട്ട് അറിയാം. സുഗന്ധം അറിയാം, ദുർഗന്ധം അറിയാം. ഇത് രണ്ടും മണക്കുന്നത് ഒരു മൂക്കുകൊണ്ട് തന്നെയാണ്. സുഗന്ധത്തെ മണക്കാൻ ഒരു മൂക്ക്, ദുർഗന്ധത്തെ മണക്കാൻ ഒരു മൂക്ക്. രണ്ട് മൂക്കില്ല. ഒന്ന് സുഗന്ധം മണക്കും, ഉടൻ തന്നെ ദുർഗന്ധം മണക്കും. അപ്പോൾ സുഗന്ധം വന്ന് ദുർഗന്ധത്തെ അടിച്ചമർത്തി മാറ്റി നിർത്തും. ഇനി അല്ല, ദുർഗന്ധമാണ് വരുന്നതെങ്കിൽ സുഗന്ധം അതിനെ മാറ്റി നിർത്തും. ഇങ്ങനെ ദേവാസുരന്മാർ എന്ന രണ്ട് വിഭാഗക്കാർ ഉള്ളിൽ സുഗന്ധ ദുർഗന്ധങ്ങളെ മൂക്കിൽ കൂടി അകത്തേക്ക് സ്വീകരിച്ചു. ഇത് രണ്ടും ഉള്ളതാണല്ലോ, ഇല്ലാത്തതല്ല. അപ്പൊ ഒന്നിനെ അടക്കി നിർത്തുകയാണ് വേണ്ടത്. ഇതിനെ സുഗന്ധവും ദുർഗന്ധവും എന്നും വിളിക്കും. ഇത് രണ്ടും ആരിലുണ്ട്? നമ്മിലുണ്ട്. എന്തുകൊണ്ടാണ് മൂക്ക് ദുർഗന്ധത്തെ സ്വീകരിക്കുന്നത്? സ്പഷ്ടമാക്കി പറഞ്ഞു കഴിഞ്ഞു. സുഗന്ധത്തെ മാത്രം സ്വീകരിച്ചാൽ പോരെ ഈ മൂക്കിന്? ഇത് രണ്ടിനെയും സ്വീകരിക്കാനുള്ള കഴിവ് മൂക്കിനുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? വിവേകം കൊണ്ട് നിയന്ത്രിച്ച് സുഗന്ധത്തെ സ്വീകരിച്ച് ദുർഗന്ധത്തെ അമർച്ച ചെയ്ത് മാറ്റണം. ഈ സുഗന്ധം ഇവിടെ യജ്ഞരൂപങ്ങളായ സത്കർമ്മങ്ങളായ ദൈവീ സമ്പത്താണ്, അല്ലെങ്കിൽ ധാർമ്മികമായ പ്രവൃത്തികളാണ്. അതുകൊണ്ട് ആസുരീ സമ്പത്തുകളായ ദുർഗന്ധ സ്വരൂപങ്ങളെയൊക്കെ എന്ത് ചെയ്യണം? അടക്കി മാറ്റി വെക്കണം. ചിലപ്പോൾ നേരെ തിരിച്ചു വരും. അങ്ങനെ വരുമ്പോൾ ദുർഗന്ധത്തെയും മൂക്ക് സ്വീകരിക്കും. ഇത് രണ്ടും മൂക്ക് സ്വീകരിക്കാൻ കാരണം ഇത് രണ്ടും എന്ത് ചെയ്യുന്നു? ഇന്ദ്രിയങ്ങൾ രണ്ടിനെയും നമ്മുടെ ഉള്ളിലേക്ക് എത്തി.
നമ്മൾ വേണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഈ ദുർഗന്ധത്തെ മൂക്കെത്തിക്കും. മൂക്കിന്റെ എന്താണ് സ്വഭാവം അതാണ്. രണ്ടിനെയും അതിനെ മണക്കും. എന്തെന്നാൽ ഏഷ ഇവൻ പാപ്മന വിദ്ധ, പാപം കൊണ്ട് വേദിക്കപ്പെട്ടവനാണ് ഇവൻ. ആര്? ദുർഗന്ധം. ദുർഗന്ധം പാപം കൊണ്ട് വേദനം ചെയ്ത് നിറഞ്ഞ് മറ്റുള്ളവരാൽ തടയപ്പെട്ട് മാറ്റി നിർത്തിയിരിക്കുന്നവൻ തന്നെയാണ്. ഇത് ഉറപ്പാണ്. അതുകൊണ്ട് ദേവന്മാർ ആദ്യം ഈ ഉദ്ഗീത ഉപാസനയ്ക്ക് വേണ്ടി നാസികയിലുള്ള പ്രാണനായിട്ട് ഉപാസിച്ചു. അപ്പോൾ അസുരന്മാർ ആ പ്രാണനെ തടഞ്ഞു. അങ്ങനെ തടഞ്ഞപ്പോൾ ഘ്രാണേന്ദ്രിയം കൊണ്ട് സൗരഭ്യമുള്ളതും ദുർഗന്ധമുള്ളതും സ്വീകരിക്കണം. കാരണം അസുരന്മാർ ആ പ്രാണൻ പാപം കൊണ്ട് വേദിച്ചല്ലോ, അതുകൊണ്ട് തടയപ്പെട്ടതുകൊണ്ടാണ്. അപ്പൊ ഉദ്ഗീതം എന്ന ഈ കർമ്മത്തിൽ ഇത് രണ്ടും ഉണ്ടാകാം എന്ന് സൂക്ഷിച്ചോളൂ എന്ന് പറയാം. എത്ര സത്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ദുഷ്കർമ്മവാസനകൾ അതിനെ അടിച്ചമർത്തപ്പെടാവുന്ന അവസ്ഥ ജീവിതത്തിൽ ഉണ്ടാവാം. ഇത് രണ്ടും ഉള്ളിലുണ്ട് എന്നർത്ഥം. അതുകൊണ്ടാണ് ദേവാസുരന്മാർ എന്നൊരു ഭാവനയിൽ കൂടി മനോഹരമായി അവതരിപ്പിച്ചത്. ഉദ്ഗീത കർമ്മത്തിലെ പ്രാണ ആത്മകമായിട്ടാണ് ഓങ്കാരത്തെ ഉപാസിക്കേണ്ടത് എന്ന് പറഞ്ഞതുകൊണ്ട് നാസികയുള്ള പ്രാണനെ ആദ്യം ഉപാസിച്ചു. കാരണം ഈ പ്രാണായാമം ആരംഭിക്കുന്നത് രണ്ട് കണ്ണിന്റെയും ദൃഷ്ടികൾ രണ്ടും അടുത്തടുത്ത് കൊണ്ടെന്ന് അത് മൂക്കിലേന്റെ അറ്റത്തേക്ക് നോക്കിയിരുന്നു കൊണ്ടാണ് ഉപാസനയുടെ ഒരു തുടക്കം. അല്ലെങ്കിൽ പ്രാണായാമത്തിന്റെ തുടക്കം, ധ്യാനത്തിന്റെ തുടക്കം. അപ്പം ഈ രണ്ട് കണ്ണുകളും ഒന്നിച്ച് മൂക്കിന്റെ അറ്റത്തേക്ക് വന്ന മൂക്കിനെയാണ് അവിടെ ഉപകരണമായി സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ പ്രാണോപാസനയ്ക്ക് ആദ്യമായി മൂക്കിലെ പ്രാണനെ തിരഞ്ഞെടുക്കാൻ കാരണം. അതുകൊണ്ട് ആസുരി വൃത്തികളെ ജയിക്കാം എന്നായിരുന്നു അവരുടെ വിചാരം. അങ്ങനെ വിചാരിച്ചാണ് അവരത് ആരംഭിച്ചത്. എന്നാൽ പരിശുദ്ധമായ സുഗന്ധത്തെ മാത്രം സ്വീകരിക്കൽ ശീലമായിക്കാവുന്ന ഈ മൂക്കിന് സ്വാഭാവികമായ തമസ്വരൂപമായ അസുരന്മാർ തങ്ങളുടെ പാപത്തെ കൂടെ ചേർത്തിട്ട് അന്ന് മുതൽ ഘ്രാണേന്ദ്രിയം ദുർഗന്ധത്തെ കൂടി സ്വീകരിക്കുന്നു. മൂക്കുകൊണ്ട് സുഗന്ധം പോലെ ദുർഗന്ധവും ഒരുപോലെ സ്വീകരിക്കണം. കാരണം ഇതുകൊണ്ടാണ് എന്ന് ഉപനിഷത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു ചോദ്യമായിരുന്നു ഇത്. എന്നാൽ പിന്നെ ഈ മൂക്കുകൊണ്ട് നല്ലത് മാത്രം മണത്താൽ പോരെ, ചീത്ത ഞങ്ങൾക്ക് വേണ്ടല്ലോ, ദുർഗന്ധം നമുക്ക് വേണ്ട. നമുക്ക് വേണമെങ്കിൽ പിന്നെ ഈ മൂക്ക് സുഗന്ധത്തെ മാത്രം മണത്താൽ മതിയല്ലോ, ദുർഗന്ധത്തെ മാറ്റി നിർത്തിക്കൂടെ? അത് പറ്റില്ല എന്നാണ്. എന്തുകൊണ്ടാണത്? തങ്ങളിൽ നിന്നും ഉണ്ടായ അധർമ്മ സംഘസ്വരൂപമായ പാപത്തെ ഇതിൽ ചേർത്തപ്പോൾ അന്നു മുതലാണ് ഘ്രാണ ഇന്ദ്രിയത്തിന് സംസർഗത്തിന്റെ ഫലമായി ദുർഗന്ധത്തെ കൂടി സ്വീകരിക്കാനുള്ള കഴിവ് ഉണ്ടായി വന്നത്. ഇങ്ങനെ നാസിക്യപ്രാണൻ എന്ന് പറയുന്ന ആ പ്രാണോപാസന പാപവിദ്ധമായി തീരുന്നു. സുഖമായിട്ട് ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് നമ്മെ ബോധ്യപ്പെടുന്നതാണ്. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ള ഒരു ചോദ്യങ്ങളിൽ ഉപനിഷത്ത് ചോദിച്ചുകൊണ്ടാണ് മുമ്പോട്ട് വരിക. എന്തുകൊണ്ടാണെന്ന് മറുപടിയും പറയും. കാരണം ഇത് രണ്ടും നമ്മുടെ ഉള്ളിലുണ്ടല്ലോ. അതുകൊണ്ട് ദുഷ്കർമ്മവാസനകൾ ദുർഗന്ധത്തെ സ്വീകരിക്കൽ എന്ന പാപവുമായി നമ്മെ കൂട്ടിയിണക്കുമ്പോൾ നമ്മൾ ദുർഗന്ധത്തെ സ്വീകരിക്കും. ദുർഗന്ധം ആർക്കും ഇഷ്ടമല്ല, പക്ഷെ എന്ത് ചെയ്യണം? സ്വീകരിക്കേണ്ടി വരുമല്ലോ. എന്നും ജീവിതത്തിലുള്ള ഇത് മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട് എന്നും അനുഭവിക്കുന്ന വിഷയങ്ങൾ മാത്രമാണ് ഉപനിഷത്ത് വിഷയമായിട്ടിരിക്കുന്നത്. അല്ലാത്ത ഒന്നിലേക്കും പോവില്ല. അതുമാത്രം മതി. അതിൽ കൂടിയാണ് നമ്മെ വിഷയത്തിലേക്ക് എത്തിക്കുന്നത്. ഇപ്പോഴാണിത് നമ്മുടെ വിഷയമാണ് ഉപനിഷത്ത് നമുക്ക് ബോധ്യമാകുന്നത്.
മറ്റേ ഉപനിഷത്തുകളൊക്കെ ഞങ്ങൾക്ക് എന്തോ ഇതുകൊണ്ട് കാര്യം എന്ന് വിചാരിക്കുക. ഇതല്ല, നമുക്ക് അതുമായിട്ട് തീർച്ചയായിട്ടും നമ്മെ കൂടി ബാധിക്കുന്ന വിഷയം തന്നെയാണ്. നമ്മൾ നിത്യേന അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഉപനിഷത്ത് നമ്മെ ബോധ്യപ്പെടുന്നതെന്ന് അറിയുമ്പോൾ ആ ഉപനിഷത്തിനുള്ള ആദരവും ബഹുമാനവും വിശ്വാസവും നമുക്ക് ഏറ്റവും കൂടി വരാൻ പാകത്തിനാണ് ഛാന്ദോഗ്യം വിഷയങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് തേഹ നാസിക്യം പ്രാണമുദ്ഗീതമുപാസന്തകൃതേ തം ഹാസുരാഹ പാപ്മനാ വിവിധു തസ്മാത് തേനോഭയം ജുഘ്രതി സുരഭിജ ദുർഗന്ധിജ പാപ്മനാ ഹ്യേഷ വിദ്ധഃ. എഴുതിക്കൊള്ളു. തേ നാസിക്യം പ്രാണം ഉദ്ഗീതം ഉപാസന്ത കൃതേഹ. ഉദ്ഗീതം ഉപാസന്ത കൃതേഹ. തം അസുരാഹ പാപ്മനാ വിവിധുഃ. തം അസുരാഹ പാപ്മനാ വിവിധുഃ. തേന സുരഭിജ ദുർഗന്ധിജ ഉഭയം ജിഘ്രതി ഹി. ഉഭയം ജിഘ്രതി ഹി. ഏഷ പാപ്മനാ വിദ്ധഃ. ഏഷ പാപ്മനാ വിദ്ധഃ. ഉദ്ഗീതത്തെ പ്രാണനിലൂടെ ഉപാസിക്കേണ്ടതാണ് എന്നു കരുതിയ ദേവന്മാർ ആദ്യം നാസികയിലുള്ള പ്രാണനെ ഉദ്ഗീതമായി ഉപാസിച്ചു. അതുകൊണ്ട് ആസുരി വൃത്തികളെ ജയിക്കാമെന്ന് അവർ ആഗ്രഹിച്ചു. എന്നാൽ പരിശുദ്ധമായ സുഗന്ധം മാത്രം സ്വീകരിക്കണമെന്നാഗ്രഹിച്ച അവർ സത്കർമാനുഷ്ഠാനത്തിന്റെ പ്രതീകമായി
ഓങ്കാരം ഉപാസിച്ചെങ്കിലും ഉള്ളിൽ തന്നെയുള്ള തമസ്വരൂപമായ ആസുരീവാസനകളുടെ സംസർഗം കൊണ്ട് അവർ ഇതിലേക്ക് പാപത്തെ കുടിച്ചേർക്കും. എപ്പോഴാണോ മൂക്കിന് ഈ പാപസംസർഗം ഉണ്ടായത്, അപ്പോൾ മുതൽ സുഗന്ധം പോലെ തന്നെ ദുർഗന്ധത്തെയും സ്വീകരിക്കാനുള്ള കഴിവ്. അന്നു മുതൽ ഘ്രാണേന്ദ്രിയമായ മൂക്ക് രണ്ട് ഗന്ധങ്ങളെയും ഉള്ളിലേക്ക് സ്വീകരിച്ചു. ഇങ്ങനെ നാസികപ്രാണനെ പാപത്തോട് കൂടിച്ചേർന്നു. മനുഷ്യ മനസ്സിലും സദ്ഗുണങ്ങൾ മാത്രമേ ചെയ്യാവൂ എന്നുള്ള നൈസർഗികമായ ആഗ്രഹത്തെ ചിലപ്പോൾ ഈ ആസുരീയ വാസനകൾ തടയാം. ഇങ്ങനെ തടയപ്പെടുമ്പോൾ ധർമാധർമ്മങ്ങൾ രണ്ടിനെയും മനുഷ്യൻ ഒരുപോലെ സ്വീകരിക്കും. ഇവിടെയും പ്രാണോപാസനയുടെ ലക്ഷ്യം ദുർവാസനകളായ അധർമ്മ നിരാകരണമാണ്. ദുർവാസനകളായ അധർമ്മ നിരാകരണമാണ്. ദേഹ നാസിക്യം പ്രാണമുദ്ഗീതമുപാസം ചക്രേ തം ഹാസുരാഹ പാപ്മനാ വിവിധുഃ തസ്മാത് തേനോഭയം ജുഘ്രതി സുരഭിജ ദുർഗന്ധിജ പാപ്മനാ ഹ്യേഷ വിദ്ധാം. ദേഹ നാസിക്യം പ്രാണമുദ്ഗീതമുപാസം ചക്രേ തം ഹാസുരാഹ പാപ്മനാ വിവിധുഃ തസ്മാത് തേനോഭയം ജുഘ്രതി സുരഭിജ ദുർഗന്ധിജ പാപ്മനാ ഹ്യേഷ വിദ്ധാം. ദേഹ നാസിക്യം പ്രാണമുദ്ഗീതമുപാസം ചക്രേ തം ഹാസുരാഹ പാപ്മനാ വിവിധുഃ തസ്മാത് തേനോഭയം ജുഘ്രതി സുരഭിജ ദുർഗന്ധിജ പാപ്മനാ ഹ്യേഷ വിദ്ധാം. ദേഹ നാസിക്യം പ്രാണമുദ്ഗീതമുപാസം ചക്രേ തം ഹാസുരാഹ പാപ്മനാ വിവിധുഃ തസ്മാത് തേനോഭയം ജുഘ്രതി സുരഭിജ ദുർഗന്ധിജ
പാപ്മനാഹ്യേഷ വിദ്ധാം. ഇങ്ങനെ 2-3 ഇന്ദ്രിയങ്ങളെ ഉദാഹരണമായിട്ട് എടുത്ത് കാണിച്ചിട്ടാണ് ഈ ഓങ്കാര ഉപാസന എങ്ങനെ സാധിക്കാം എന്ന് നിത്യജീവിതത്തിൽ പറ്റും, അതിന് തടസ്സം നിൽക്കുന്ന വഴികളെ കുറിച്ച് കാണുന്നത്. 5 ഇന്ദ്രിയങ്ങളെ കുറിച്ച് പറയാൻ പുറപ്പെട്ട് 2-3 എണ്ണം പറയുമ്പോൾ ബാക്കി അങ്ങനെ ഞാൻ ബോധ്യപ്പെട്ടു. അടുത്ത ഒരു മന്ത്രത്തിലേക്ക് കടന്നു. നമുക്ക് ഇന്ന് തീരില്ല, അത് പറഞ്ഞ് എഴുതി വരുമ്പോഴത്തേക്ക് നമ്മുടെ സമയം താമസിക്കുമെന്ന് നമുക്ക് ഇന്ന് ഉപസംഹരിക്കാം. 4-5 മിനിറ്റുകൾ ഉള്ളൂ. ബാക്കി നമുക്ക് അടുത്ത ദിവസത്തേക്ക് കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. വേദോപനിഷത്ത് പഠന പരിപാടിയുടെ 151ാമത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു. ആചാര്യന് പ്രണാമം. എല്ലാവരും അടുത്ത ആഴ്ച വീണ്ടും കാണാം. എല്ലാവർക്കും ശുഭരാത്രി. നമസ്തേ.